ആപ്കി അദാലത്തിൽ മുഹമ്മദ് ഷാബുദ്ദീന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം തന്റെ പവർ തെറ്റായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഷാബുദ്ദീൻ സാർ, ജനങ്ങൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ താങ്കളുടെ നിയോജക മണ്ഡലത്തിൽ താങ്കളുടെ അനുവാദമില്ലാതെ രക്ഷപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥനും ഇല്ലെന്നാണ്. ഇതെങ്ങനെയാണ് ഞാൻ താങ്കളുടെ മുന്നിൽ തെളിയിക്കുകയെന്ന് എനിക്കറിയില്ല സാർ. ഇത് അങ്ങനെയൊരു ചോദ്യമാണ്. ഇതിനുള്ള യാതൊരു പ്രൂഫും എൻ്റെ കയ്യിലില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും. ഞാൻ ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥന്റെ ട്രാൻസ്ഫറിലും ഒരു ഉദ്യോഗസ്ഥന്റെ സസ്പെൻഷനിലും ഞാൻ തലയിട്ടിട്ടില്ല. അതായത് ഇപ്പോൾ റീസെന്റ് ആയിട്ടുണ്ടായിരുന്ന DM താങ്കൾക്കെതിരായിട്ട് വാറണ്ട് ഇഷ്യൂ ചെയ്ത സമയത്ത് അദ്ദേഹം ട്രാൻസ്ഫർ ആയോ ഇല്ലയോ? കോർട്ട് ഉത്തരവായിരുന്നു. ചീഫ് ജസ്റ്റിസ് അത് പറഞ്ഞു. അതായത് ആ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് 5 സ്ഥലത്തുനിന്ന് മാറ്റം കിട്ടിയ ആളാണ്. അദ്ദേഹത്തിന്റെ പേരിൽ 3 കമ്മീഷണേഴ്സ് ഡിസിപ്ലിനറി പ്രൊസീജിയർ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിന്റെ CR ബീഹാറിലുള്ള ഉദ്യോഗസ്ഥന്മാരുമായി താരതമ്യം ചെയ്താൽ വളരെ മോശമാണ്. ഷാബുദ്ദീൻ സാർ, 15 വർഷങ്ങളായി താങ്കളുടെ സർക്കാർ ഉണ്ടെങ്കിൽ താങ്കളുടെ എതിരികളായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാര് എങ്ങനെ സമാധാനത്തോടെ ഇരിക്കും? ഇപ്പോ താങ്കൾ പാർട്ടിയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ അത് വളരെ നീണ്ടതായിരിക്കും. ഞങ്ങൾ വളരെ ചെറിയ ആളുകളാണ്. അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ഞാൻ മറ്റൊരു ഉദാഹരണം താങ്കളെ ഓർമ്മപ്പെടുത്താം. 2001 മാർച്ച് 16 ബച്ചു സിംഗ് മീന, പ്രതാപ്പൂർ SP ഇവര് താങ്കളുടെ വീട്ടിലേക്ക് വന്ന് സെർച്ച് ഓപ്പറേഷൻ നടത്തി. പിന്നെ എൻകൗണ്ടർ നടന്നു. പല കുറ്റവാളികളെ എൻകൗണ്ടർ ചെയ്യേണ്ടി വന്നു. താങ്കളുടെ വീട്ടിൽ നിന്ന് വന്നവരാണെന്നാണ് പറയുന്നത്. ആ സമയത്ത് ഞങ്ങളുടെ ഗവൺമെന്റ് ആയിരുന്നു. ശരിക്കും ഞങ്ങളുടെ ഗവൺമെന്റിന് അതിൽ ഇന്റർഫിയർ ചെയ്ത് തീർച്ചയായും തടയാൻ കഴിയുമായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം, ബച്ചു സിംഗ് മീന, അതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് പറയാം. അവിടെ ഒരു DAV കോളേജ് ഉണ്ട്. അവിടെ ഒരു DSPയുടെ മകൻ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. ആൻസർ ഷീറ്റ് പുറത്തു കൊണ്ടുപോയി അവനെ കൊണ്ട് എക്സാം എഴുതിപ്പിച്ചു. അതായത് പ്രിൻസിപ്പൽ PN പാഠക്, ഇപ്പോഴും ഉണ്ട് അദ്ദേഹം. എനിക്ക് ഫോൺ ചെയ്ത് അദ്ദേഹം ഇങ്ങനെയൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കിതിൽ വളരെ അപമാനമാണെന്ന് പറഞ്ഞു. മറ്റുള്ള കുട്ടികളെല്ലാം സ്ട്രിക്റ്റായിട്ട് എക്സാം എഴുതുന്ന സമയത്ത് ഈ ഒരു പയ്യന് മാത്രം DSP പുറത്തിരുത്തി എക്സാം എഴുതിപ്പിക്കുകയാണ്. അന്ന് ഞാൻ അവിടെ ചെന്നതാണ് തെറ്റ്. അതായത് ഒഫീഷ്യൽ പെർമിഷൻ ഇല്ലാതെ ഞാൻ അങ്ങോട്ട് ചെന്നു. നിങ്ങൾ എക്സാം ഹാളിലിരുന്ന് വേണം എഴുതാനെന്ന് ഞാൻ അവരോട് പറഞ്ഞു. നിങ്ങൾക്കിതിന് ആരാണ് അധികാരം തന്നതെന്ന് ചോദിച്ചു. അവർ തിരിച്ച് എന്നോടും ചോദിച്ചു. അദ്ദേഹം ഒരു സ്ലിപ്പ് കാണിച്ചു. അതിൽ SP പെർമിഷൻ തന്നിട്ടുണ്ടെന്ന് എഴുതിയിരുന്നു. പിന്നീട് വലിയ വാക്കുതർക്കമുണ്ടായി. ഉന്തും തള്ളും ഉണ്ടായെന്ന് പറയാം. അത് കഴിഞ്ഞ് എന്റെ പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ഇത് സത്യമാണ്. ഇതാണ് ഫാക്ട്. ഇതാണ് സംഭവിച്ചത്. ഇതെല്ലാ കമ്മീഷണർ റെക്കോർഡ്സിലും ഉണ്ട്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനുശേഷം നടന്ന എല്ലാ കാര്യങ്ങൾക്കും കാരണം എന്താന്ന് വെച്ചാൽ, ഒരു എക്സാം ഹാളിൽ ഒരു ഉദ്യോഗസ്ഥന്റെ മകനെ ഒറ്റയ്ക്കിരുന്ന് എക്സാം എഴുതുന്നതിനെ എതിർത്തു. ശരി, ഒരുപക്ഷെ താങ്കൾ പറഞ്ഞത് ഞാൻ അംഗീകരിച്ചാലും, അതായത് രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ താങ്കളുടെ വീട്ടിൽ ഉണ്ടായിരുന്നവർക്കും പോലീസിനും നടുവിൽ എൻകൗണ്ടർ സംഭവിച്ചിട്ടേയില്ലേ? അതായത് ആദ്യം ഇതാണ് ചിന്തിക്കേണ്ടത്. അവരെന്റെ വീട്ടിലുണ്ടായിരുന്നോ അതോ വില്ലേജേഴ്സാണോ? ഇതിനുള്ള ഡോക്യുമെന്റ്സ് ഉണ്ട്. ബീഹാർ സർക്കാർ അവർക്ക് ജോലി കൊടുത്തിരുന്നു. അല്ല സാർ, അവിടെ കേൾക്കൂ. അവിടെ 4 പേരുണ്ടായിരുന്നു. അവര് 5 ദിവസം മുൻപാണ് അറബി നാട്ടിൽ നിന്നും ലീവിന് വന്നിരിക്കുന്നത്. അവർക്ക് സർക്കാർ ജോലി കൊടുക്കാമെന്ന് കോടതിയല്ല തീരുമാനിച്ചത്. പക്ഷെ അവരുടെ കുടുംബക്കാരുടെ പേരിൽ 8 കൊലക്കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അവരുടെ കയ്യിൽ തോക്കുകൾ ഉണ്ടായിരുന്നു. പോലീസിനെ വെടിവെച്ചതായിട്ടാണ് പോലീസ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിനുള്ള ചാൻസ് ഉണ്ട്. അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ കൊണ്ടുവന്നിരിക്കാം, അല്ലെങ്കിൽ അറബ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കാം. അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. പക്ഷെ അവര് മറ്റൊരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്. വീട് പരിശോധിക്കുന്ന സമയത്ത് സാക്ഷികളുടെ മുൻപിൽ വെച്ച് ഷാബുദ്ദീൻ സാർ താമസിക്കുന്ന ആ വീട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ കട്ടിലിന്റെ തലയണയുടെ അടിയിൽ നിന്നും മറച്ചുവെച്ചിരുന്ന ഹാൻഡ് ഗ്രനേഡ് ലഭിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. എന്താ, എന്റെ തലയണയ്ക്കടിയിൽ നിന്നാണ്? അതെ, താങ്കൾ തലയണയുടെ അടിയിൽ വെച്ചിട്ടാണ് എപ്പോഴും ഉറങ്ങുന്നത്. ഞാൻ വിവാഹിതനാണ്. വിവാഹം കഴിഞ്ഞ് എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്. ഹാൻഡ് ഗ്രാനേഡ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായ കാര്യമാണ്. ഞാൻ മാത്രമല്ലല്ലോ പോകുക, എന്നോടൊപ്പം എന്റെ കുട്ടികളും പോകുമല്ലോ. ഞാൻ മറ്റൊരു ഉദാഹരണം കൂടി പറയാം. 1996 മെയ് 4 സിവാൻ ഡിസ്ട്രിക്ട് SP SK സിംഗിൾ താങ്കളുടെ മേൽ കുറ്റം ആരോപിച്ചു. അതായത് താങ്കൾ അദ്ദേഹത്തെ വെടിവെച്ചു. ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഞാനതില്ലെന്ന് പറയുന്നില്ല. പക്ഷെ അത് ഏത് സാഹചര്യത്തിലാണെന്ന് ഓർക്കണം. എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തത് അതും നമ്മൾ നോക്കണം. അതൊക്കെ ഇലക്ഷൻ സമയത്ത് നടന്നതാണ്. 2002 ഡിസംബർ ഉധംപൂർ ഡിസ്ട്രിക്റ്റിലുള്ള IG മൽഹോത്ര 77 പേജുകളുള്ള ഒരു കോൺഫിഡൻഷ്യൽ ഫയൽ അയച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുകയാണ്, ഷാബുദ്ദീൻ ഒരു ഹോട്ട് കോർ ക്രിമിനലാണ്. യശ്വന്ത് മൽഹോത്രയുടെ സ്റ്റേറ്റ്മെന്റ് കോൾഡ് ബ്ലഡഡ് മർഡറർ ഷാബുദ്ദീൻ എന്നാണ്. അല്ല, കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടൊക്കെ എനിക്കെങ്ങനെ അറിയാനാണ്? ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന പോലെയാണ് എപ്പോഴും പെരുമാറുന്നത്. എന്റെ മുഖം കാണാൻ ക്രിമിനലിനെ പോലെയാണെങ്കിൽ അത് എന്റെ തെറ്റല്ല, ദൈവത്തിന്റെ തെറ്റാണ്. ഒരുപക്ഷെ പെരുമാറ്റം ക്രിമിനലിന്റേതുപോലെയാണെങ്കിൽ അത് തീർച്ചയായും എന്റെ തെറ്റാണ്. അത് ഞാൻ തിരുത്താൻ ശ്രമിക്കാം. ഞാൻ താങ്കൾക്ക് ഓരോന്നായി
ആ ഏരിയയിലുള്ള ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ പോലീസ് ഓഫീസർ ആണെങ്കിലും എന്റെ പക്കൽ വരില്ല. താങ്കൾക്ക് എല്ലാ റിപ്പോർട്ടും കിട്ടും. ഒരു റിപ്പോർട്ടും താങ്കൾ വായിക്കാതൊന്നുമല്ല. ഒരാൾ CK അനിൽ, മറ്റൊരാൾ ബച്ചു സിംഗ് വിന, മറ്റൊരാൾ SK സിംഗൽ, മറ്റൊരാൾ യശ്വന്ത് മൽഹോത്ര. ഈ എല്ലാ പോലീസ് ഓഫീസേഴ്സിനും താങ്കളെ മാത്രമേ കിട്ടിയുള്ളൂ, അതായത് കേസ് ഫയൽ ചെയ്യാൻ? അല്ല, ഞാൻ താങ്കളോട് നേരത്തെ പറഞ്ഞതാണ്, എന്റെ മുഖത്തോ രൂപത്തിലോ ദൈവം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ എന്റെ പെരുമാറ്റം, എന്റെ സ്വഭാവം, അത് നിങ്ങൾക്കറിയാൻ പറ്റും. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിലാണ് ഇരിക്കുന്നത്. എന്നെ കാണാൻ ക്രിമിനലിനെ പോലെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ നീതിപീഠത്തിന് മുമ്പാകെ ജനങ്ങൾക്ക് താങ്കളോട് എന്താ ചോദിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. എപ്പോഴൊക്കെ വലിയ സംഭവങ്ങൾ നടന്നാലും എന്തെങ്കിലും അപകടങ്ങൾ നടന്നാലും അപ്പോഴൊക്കെ നിങ്ങൾ ജയിലിലാണ് ഉണ്ടാവാറ്. ഇത് എന്തെങ്കിലും പ്ലാനിങ്ങിന്റെ ഭാഗമാണോ? അതായത് സംഭവം നടക്കുമ്പോൾ ഞാൻ ജയിലുണ്ടാവണം, അല്ലെങ്കിൽ ഞാൻ ജയിലുണ്ടാവുന്ന സമയത്ത് സംഭവം നടക്കണം, ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു നല്ല ക്രിമിനലിനെ കൊണ്ടേ പറ്റൂ. അല്ല, ഇതുപോലെ കോയിൻസിഡൻസ് കണക്ട് ചെയ്യുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. എന്റെ ഡിസ്ട്രിക്റ്റിൽ 15 വർഷത്തിനിടയ്ക്ക് ഒരു കിഡ്നാപ്പ് പോലും നടന്നിട്ടില്ല. അതുപോലെ ഒരു പ്ലാൻഡ് കില്ലും ഇതുവരെ നടന്നിട്ടില്ല. ഒന്നുപോലും നടന്നിട്ടില്ല. കുറ്റം ചെയ്യുന്നവർ തന്നെ നേതാവായി കഴിഞ്ഞാൽ പിന്നെ കുറ്റം എങ്ങനെ മാറാനാ? അല്ല, താങ്കൾ ഈ കാര്യം പറഞ്ഞു, ഇതേ കാര്യം പോലീസും പറഞ്ഞു. താങ്കളുടെ കയ്യിലുള്ള ലിസ്റ്റിലുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ കാര്യമെങ്കിലും പറയൂ. താങ്കളുടെ പിന്നാലെ എല്ലാ പോലീസ് ഓഫീസേഴ്സും എല്ലാ DM-ഉം എല്ലാവരും എന്തിനാണ് വരുന്നത്? അതായത് അത്തരം വാക്കുകൾ ഞാൻ ഈ നീതിപീഠത്തിന് മുമ്പാകെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാൾ ശക്തമായി പ്രതികരിച്ചാൽ അവരെ ISI എന്ന് പറയുന്നു, ചില കാര്യങ്ങളെ എതിർത്താൽ അങ്ങനെ പറയുന്നു, അങ്ങനെയൊക്കെ പ്രതികരിക്കുന്നവരെ ISI എന്ന് വിളിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സൃഷ്ടിക്കുന്നത്? എന്തിനാണ് ഞങ്ങളിൽ മാത്രം ഇങ്ങനെ ഒരു കുറ്റം ആരോപിക്കുന്നത്? ഞങ്ങൾക്ക് അവകാശമില്ലേ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ധൈര്യമായിട്ട് പുറത്തു പറയാൻ? ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം തുറന്നു പറഞ്ഞാൽ ഞങ്ങൾ ISI ഏജന്റായി മാറുകയാണ്. എന്തുകൊണ്ട് എങ്ങനെ സംഭവിക്കുന്നത്? ഞങ്ങൾക്ക് മാത്രം എന്താ ഇങ്ങനെ? ദ്വാൻജി പാകിസ്ഥാനിൽ ചെന്ന് ചൈനയെ പ്രശംസിക്കുന്നു, അപ്പോഴൊന്നും ഇങ്ങനെയില്ലല്ലോ. ഇതെന്തുകൊണ്ടാണ് മൈനോറിറ്റിക്ക് മാത്രം സംഭവിക്കുന്നത്? താങ്കൾ മൈനോറിറ്റിയിലുള്ള ഒരു വ്യക്തിയാണെന്ന് വളരെ ക്ലവറായിട്ട് ഇത് ഡീൽ ചെയ്യുന്നതിലാണ് തോന്നുന്നത്. ഞാൻ ഒരിക്കലും, അതായത് ഒരു 15 വർഷമായി ഞാൻ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട്, അതായത് ഒരു 30 വർഷം സർവീസ് വേണം. ഞാനതിൽ പകുതി സർവീസ് കഴിഞ്ഞു. എനിക്ക് ഒരു ക്ലവർനെസിന്റെയും ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ എനിക്കൊരു ചാൻസ് തന്നിട്ടുണ്ട് എന്റെ ഡിഫൻസ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി. എനിക്ക് അതിനുള്ള അവകാശവും വേണം. ഈ കോർട്ട് എനിക്ക് സെൽഫ് ഡിഫെൻഡ് ചെയ്യാനുള്ള അനുവാദം തരുന്ന സമയത്ത് എനിക്ക് അതിനുള്ള അവകാശവും വേണം. നല്ലതേതാണ് ചീത്ത ഏതാണെന്ന് എനിക്ക് വ്യക്തമായി പറയാൻ കഴിയണം. അതിനാണ് ഞാൻ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും താങ്കൾക്കുണ്ട്. പക്ഷെ താങ്കളുടെ മേലുള്ളത് ചെറിയ ചെറിയ ക്രിമിനൽ കേസുകളല്ല, സീരിയസ് ആയിട്ടുള്ള കുറ്റങ്ങളാണ്. രാജ്യദ്രോഹ കുറ്റങ്ങളും താങ്കളുടെ പേരിലുണ്ട്. തീർച്ചയായും.